പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി കൊച്ചിയിലെ CMRL എന്ന് പറഞ്ഞ കരിമണൽ കമ്പനിയുമായി നടത്തിയിട്ടുള്ള ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ കോർപ്പറേറ്റ് മന്ത്രാലയം ജനുവരി 12 തീരുമാനിച്ച് ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവിറക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ കർണാടകത്തിലെ ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയിട്ടുള്ള ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ പുറത്തു കൊണ്ടുവന്നിരുന്നു. ആ റിപ്പോർട്ടിലുള്ള വിശദാംശങ്ങൾ സംബന്ധിച്ചിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിൽ ഈ വീണ വിജയനെതിരായിട്ട് ROC കണ്ടുപിടിച്ചിട്ടുള്ള അവരുടെ ഫൈൻഡിങ്സ് എന്താണ്, അതെത്ര ഗുരുതരമാണ് എന്നുള്ളത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കർണാടകത്തിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് CMRL എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ കണ്ടെത്തിയിരിക്കുന്നത് എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്ന് സമഗ്രമായി ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളടങ്ങിയ ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് എൻ്റെ മുന്നിലുള്ളത്. അത് 14 പേജുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ കഴിയും എന്ന് തോന്നുന്നില്ല. എന്നാലും പരമാവധി കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, അതിൽ ഒരു ഭാഗത്ത് ഡീലിങ്സ് വിത്ത് വയലേഷൻസ് റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതിൽ പറയുന്നത് സെക്ഷൻ 447, 448, 449 ഓഫ് ദ കമ്പനി ആക്ട് ഈസ് ബീങ് ഇൻവോക്ഡ് അഗൻസ്റ്റ് ഡയറക്ടർ ഫോർ സബ്മിറ്റിംഗ് ഫോൾസ് ഡിക്ലറേഷൻ in applying for dormancy status under section 455 of Companies Act. അതായത് കമ്പനി ആക്ടിൻ്റെ സെക്ഷൻ 455 പ്രകാരം ഒരു കമ്പനി ഡോർമെൻ്റ് ആണെന്നുള്ള ഡിക്ലറേഷൻ കൊടുത്ത സമയത്ത് കൊടുത്തിട്ടുള്ള തെറ്റായ വിവരങ്ങൾ, ആ തെറ്റായ വിവരങ്ങൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 447, 448, 449 എന്നുള്ള വകുപ്പുകൾ അവർക്കെതിരെ ചാർത്താൻ തീരുമാനിച്ചു. അതാണ് ഒന്നാമത് പറയുന്നത്. അതുപോലെ തന്നെ നോൺ കംപ്ലയൻസ് ഓഫ് സെക്ഷൻ 188 ഓഫ് കമ്പനീസ് ആക്ട് ഫോർ നോൺ റിപ്പോർട്ടിംഗ് ഓഫ് റിലേറ്റ് പാർട്ടി ട്രാൻസാക്ഷൻസ് വിത്ത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് CMRL. അതായത് CMRLുമായിട്ടുള്ള കമ്പനിയുമായിട്ടുള്ള അവരുടെ ഇടപാടുകൾ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നതിന് കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 188 അവർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നു. നോൺ കംപ്ലയൻസ് ഓഫ് ആനുവൽ ഫയലിംഗ് റിക്വയർമെൻറ്റ് മാൻഡേറ്റഡ് ഫോർ ഡോർമെൻറ്റ് കമ്പനീസ് അണ്ടർ സെക്ഷൻ 445 ഓഫ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലെ 445, അതായത് ഡോർമെൻസിക്ക് അപേക്ഷിക്കുന്ന ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആ വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, ആനുവൽ ഫയലിംഗ് റിക്വയർമെൻ്റ് ഉണ്ട്. അതിന് ആ ആനുവൽ ഫയലിംഗ് റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വയലേഷൻ. കോൺട്രവെൻഷൻ ഓഫ് സെക്ഷൻ 136 ഓഫ് കമ്പനീസ് ആക്ട് 2013 ഫയലിംഗ് ഓഡിറ്റർ റിപ്പോർട്ട് വിത്തൗട്ട് സിഗ്നേച്ചർ ഓഫ് ഓഡിറ്റർ. അതായത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 136 പറയുന്നത് ഓഡിറ്ററുടെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒപ്പുണ്ടായിരിക്കണമെന്നാണ്. എന്നാൽ ഒപ്പ് ഉണ്ടായിട്ടില്ല. അതാണ് ഡീലിംഗ് വിത്ത് വയലേഷൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടുത്ത പോയിന്റ് പറയുന്നത്. സുഹൃത്തുക്കൾ, അടുത്ത പേജിൽ പറയുന്നത് in view of the nature of dubious transactions of the company with another company namely CMRL under the guise of service agreement, അതായത് ഒരു സർവീസ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് CMRLും ഈ കമ്പനി നടത്തിയിട്ടുള്ള ദുരൂഹമായിട്ടുള്ള ഇടപാട് will fall within the realm of money laundering offences under Prevention of Money Laundering Act. അത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിൻ്റെ പരിധിയിൽ വരും. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധനത്തിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ ദ മാറ്റർ ഓഫ് ദീസ് ട്രാൻസാക്ഷൻസ് ആർ റിക്വയർഡ് ടു ബി റെഫർ ടു ദി ED ആൻഡ് CBI. അപ്പോൾ അതുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരുന്നതുകൊണ്ട് ഈ വിഷയം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിഗണിക്കേണ്ടതാണ്. അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വരുന്നതുകൊണ്ട് അത് CBIയും പരിഗണിക്കേണ്ടതാണ്. ഇതാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വയലേഷൻസ്, ആ വയലേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. വയലേഷൻ ഓഫ് സെക്ഷൻ 129 റെഡ് വിത്ത് സെക്ഷൻ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. വയലേഷൻ ഓഫ് സെക്ഷൻ 134 ഓഫ് കമ്പനീസ് ആക്ട് 2013 റെഡ് വിത്ത് റൂൾ 8A ഓഫ് കമ്പനീസ് റൂൾസ് 2014. Violation of section 129 read with schedule 3 of the Companies Act 2013.
violation of Section 118 of the Companies Act 2013, violation of Section 143 of the Companies Act 2013, violation of Rule 16 of Companies Rules 2014 read with Section 73 of the Companies Act 2013, violation of Section 137 read with 134(2) of Companies Act 2013, violation of Section 179 of the Companies Act 2013. ആ വയലേഷനെ കുറിച്ചിട്ട് പറയുകയാണ്. ഇത്ര നീണ്ട ലിസ്റ്റാണ് എന്നുള്ളത് നോക്കുക. അത് തീരുന്നില്ല. വയലേഷൻ ഓഫ് സെക്ഷൻ 118 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, വയലേഷൻ ഓഫ് സെക്ഷൻ 143 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, വയലേഷൻ ഓഫ് സെക്ഷൻ 179 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. അപ്പം അത്രയ്ക്ക് വിശദമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ വയലേഷൻസാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. അതുപോലെ തന്നെ ഇവർ കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഒപ്പില്ല എന്നുള്ള കാര്യം പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് പറയുന്നത്. ഫ്രോഡുലൻ്റ് ആപ്ലിക്കേഷൻ ഓഫ് അണ്ടർ സെക്ഷൻ 455 ഓഫ് ദ കമ്പനീസ് ആക്ട് ഫോർ ഡോർമൻസി സ്റ്റാറ്റസ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നോൺ ഫയലിംഗ് ഓഫ് സെക്ഷൻ 455(5) ഓഫ് കമ്പനീസ് ആക്ട് റെഡ് വിത്ത് റൂൾ 7 ഓഫ് ദ കമ്പനീസ് ആക്ട്, കമ്പനീസ് മിസ്ലേനിയസ് റൂൾസ് 2014. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദാംശങ്ങൾ കൂടി പറയുന്നുണ്ട്. The report being referred was none other than the Income Tax Settlements Tribunal's order which disallowed CMRL's expenditure for software services rendered by Exalogic Solutions and വീണ തായ്ക്കണ്ടിയിൽ. അതായത് CMRLന് ഇവർ സോഫ്റ്റ്വെയർ സർവീസസുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ചെലവിൻ്റെ കണക്കുകൾ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് തള്ളിക്കളഞ്ഞതാണ് എന്നവർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ദ റിപ്ലൈ വാസ് ഇവാസീവ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി അഴകുഴമ്പൻ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. ദ നൗ അഡ്മിറ്റഡ് ഫാക്ട് ഈസ് ദാറ്റ് നോ എഗ്രിമെൻറ്റ് ഇൻ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി എക്സിസ്റ്റ് ബിറ്റ്വീൻ വീണ തായ്ക്കണ്ടിയിൽ ആൻഡ് CMRL. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ തായ്ക്കണ്ടിയിലും CMRLുമായിട്ടൊരു എഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നില്ലെന്നും, ബട്ട് എഗ്രിമെൻറ്റ് വാസ് ബിറ്റ്വീൻ CMRL ആൻഡ് എക്സാലോജിക് സൊല്യൂഷൻസ്. അതായത് വീണ തായ്ക്കണ്ടിയിലും CMRLുമായിട്ടല്ല എഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നെന്നും എക്സാലോജിക്കും CMRLുമായിട്ടാണ് എഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് അസ്യൂംഡ് ഓൺലി ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെൻറ്റ് ദാറ്റ് സോഫ്റ്റ്വെയർ സർവീസസ് വെർ റെൻഡർഡ് ടു CMRL. ഇനി CMRL സോഫ്റ്റ്വെയർ സർവീസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും it would be difficult to distinguish as to who between Exalogic and Veena Taikandil in her individual capacity had rendered software services to and to what extent. ഇനി അങ്ങനെ ഈ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ സർവീസ് കൊടുത്തു എന്ന് പറഞ്ഞാലും അത് വീണ വ്യക്തിപരമായിട്ടാണോ അതോ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി കൊടുത്തിട്ടുള്ളതാണോ എന്നുള്ളത് സംബന്ധിച്ച് വേർതിരിച്ച് കാണാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ROC പറയുന്നത്. ഈവൻ ദോ ദ എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ് സീംസ് ടു ബി പ്രസന്റ് പ്രൈമ ഫേസി to invoke section 447, 448 a full-fledged investigation is needed എന്നുള്ളത് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിലയിൽ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ROCയുടെ റിപ്പോർട്ടിൽ, ആരോപണങ്ങളല്ല കണ്ടെത്തലുകളാണ് ROCയുടെ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുള്ളത് എന്ന് ഈ രേഖകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് സമഗ്രമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ സുഹൃത്തുക്കളെ? ചോദ്യം എന്ന് പറയുന്നത്, ഇത്രയേറെ കണ്ടെത്തലുകൾ ഇവർക്കെതിരെ ഉണ്ടായിട്ടും, ഇത്രയേറെ കണ്ടെത്തലുകൾ ROC നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്കും വീണ തായ്ക്കണ്ടിയിലിനുമെതിരെ ഉണ്ടായിട്ടും അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകാതെ, ആ തുടർ നടപടികളിലേക്ക് പോകുന്നതിന് പകരം വീണ്ടും 4 മാസത്തേക്കൊരു അന്വേഷണവും കൂടെ വെച്ച് ഇത് ഇലക്ഷൻ അടുക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരത്തക്ക വിധത്തിലേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. കാരണം ഇതിൻ്റെ 100% തെളിവില്ലാത്ത പല രാഷ്ട്രീയ നേതാക്കന്മാരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിളിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി മദ്യനയ കേസിൽ 9 മണിക്കൂർ CBI ചോദ്യം ചെയ്തു. ആരെ? ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ. ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അയാളെ, ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 3 പ്രാവശ്യം നോട്ടീസ് കൊടുത്തു. അറസ്റ്റ് ചെയ്യാനാണെന്നാണ് കേൾക്കുന്നത്. എന്താണ് തെളിവുള്ളത്?
എന്തെങ്കിലും തെളിവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ പുറത്തു വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അയാളെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. മറ്റ് പല കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയെ 1.5 വർഷത്തിലധികമായിട്ട് കോടതിയിൽ ജയിലിൽ കിടക്കാൻ ഒരു തെളിവ് അയാൾക്കെതിരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ നടത്തിയിട്ടുള്ള വയലേഷൻസ് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകൾ ഈ ROCയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും അവരെ ചോദ്യം ചെയ്യുകയോ അവരെ അറസ്റ്റ് ചെയ്യുകയോ എന്നുള്ള നടപടികളിലേക്ക് പോകാതെ വീണ്ടും 4 മാസത്തേക്കൊരു അന്വേഷണവും കൂടെ വെച്ചിട്ട് അതിൻ്റെ പേരിൽ ചില രാഷ്ട്രീയ കളികൾ കളിക്കാൻ BJP ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതെന്തിനാണെന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് 2023 6-ാം മാസം 12-ാം ദിവസമാണ് ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൽ നിന്ന് 77 പേജുള്ളൊരു വിധിന്യായം പുറത്തു വന്നത്. അതൊരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. അതിൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു 1,72 ലക്ഷം രൂപ ഇവർക്ക് അനധികൃതമായി കൊടുത്തിട്ടുണ്ടെന്നും ഒരു രേഖയില്ലെന്നും ഒരു സേവനവും ഇവർ CMRന് ചെയ്തു കൊടുത്തിട്ടില്ല എന്നും അതിനകത്ത് തന്നെ പറഞ്ഞിരുന്നു. 12/6/2023 വന്ന റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു. സ്വാഭാവികമായി അതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോയിക്കൂടായിരുന്നോ കേന്ദ്ര ഗവൺമെൻറ്റിന്? അത് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ വനിത ജയിലിൽ അഴിക്കുള്ളിലാവുകയില്ലായിരുന്നു. അപ്പോൾ 12/6/2023 ആ ക്വാസി ജുഡീഷ്യൽ ബോഡിയിൽ ഇവർക്കെതിരായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കണ്ടെത്തലുകളുണ്ടായിട്ടും അനങ്ങാമ്പറ നയം സ്വീകരിച്ചു. 7 മാസം അനങ്ങിയില്ല. 7-ാം മാസം 12-ാം തീയതി 7 മാസം കഴിഞ്ഞ് ജനുവരി 12-ാം തീയതി അന്വേഷണത്തിനൊരു ഉത്തരവ് കൊണ്ടുവരികയും 4 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. 4 മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മെയ് മാസമാണ്. മെയ് മാസത്തിലാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളുടെ മകൾക്കെതിരെ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്, ഇന്ന കാര്യങ്ങൾ വയലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തെളിവുകൾ ഇതാ ഞങ്ങൾ പുറത്തു വിടുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ കളിക്ക് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ മകൾ അഴിയെണ്ണും എന്നുള്ള സന്ദേശമാണ് ഈ ROCയുടെ അന്വേഷണത്തിനുള്ള ഉത്തരവിലൂടെയും ROCയുടെ റിപ്പോർട്ടിൽ ഇവർക്കെതിരായിട്ടുള്ള കണ്ടെത്തലുകൾ പുറത്തു വന്നതിലൂടെയും BJP ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തൃശ്ശൂരെങ്കിലും പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കി മകളെ അകത്താക്കുന്നുള്ള ഭീഷണി ഉയർത്തി തൃശ്ശൂർ എന്ന് പറഞ്ഞ മണ്ഡലമെങ്കിലും വിജയിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു നോട്ടമാണ് BJP ഈ ഗവൺമെൻറ് ഇതിലൂടെ ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഇത് സ്ഥിരമായി നിരീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്.